ഇന്ന് നമ്മൾ ലേസി ഡേയ്സി എന്ന് പറഞ്ഞൊരു സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വളരെ എളുപ്പമാണ്. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ, ഏകദേശം അതുപോലെ തന്നെ നമ്മുടെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒരു ബന്ധം തന്നെ ഈ ലേസി ഡേയ്സി സ്റ്റിച്ച്. അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ രണ്ട് രീതിയിൽ ഞാനിങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത്. ചെയ്യാൻ എളുപ്പത്തിനാട്ടോ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാവേ. ആദ്യത്തെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ അടിയിൽ നിന്ന് സൂചി കുത്തി മേളിലോട്ട് എടുത്തിട്ട് നമ്മൾ ആ ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ, ഇതിൻ്റെ തൊട്ടടുത്ത് കുത്തിയെടുത്ത് വേണ്ട ഇതുപോലെ ഇങ്ങനെ മേളിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, ആ ത്രെഡ് ആ നീഡിലിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇതാണ്ട് ഇതുപോലെ കുത്തിയെടുത്തിട്ട് ഇത് കണ്ടോ, നമ്മളിങ്ങനെ ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഇങ്ങനെ ആ ത്രെഡ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യത്തെ ആ ഒരു സ്റ്റിച്ച് കിട്ടും. ഇത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയിൻ പോലെ ചെയ്ത് പോവുമല്ല. അതുകൊണ്ട് ഓരോ പെറ്റൽ ചെയ്തെടുക്കുമ്പോഴും അതായത് ഓരോ സ്റ്റിച്ച് നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോഴും നമ്മൾ ഓരോ ലോക്ക് ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ ചെയ്ത സ്റ്റിച്ച് അവിടെ നല്ല രീതി ഉറച്ചിരിക്കണമല്ലോ. അഴിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളാ ചെയ്തതെല്ലാം വെറുതെ ആയി പോകത്തില്ലേ. അതുകൊണ്ട് നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോഴും ഓരോ ലോക്കിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ലോക്കിട്ട് കൊടുക്കുമ്പോൾ അവിടെ നല്ല ടൈറ്റായിട്ട് നിന്നോളും. അങ്ങനെ അഴിഞ്ഞു പോകത്തും ഒന്നുമില്ല. ചെയിൻ സ്റ്റിച്ചിന് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ സ്റ്റിച്ച് എപ്പോഴാണോ തീരുന്നത് അതിൻ്റെ എൻഡിലല്ലായിരുന്നു നമ്മൾ അത് ഒരു നോട്ടിട്ട് കൊടുക്കുന്നത്, അതായത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ ലോക്കിട്ട് കൊടുക്കണം കേട്ടോ. ഒന്നുകൂടി നമുക്ക് നോക്കാവേ. അതെങ്ങനെ ഒരു തവണയും കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇതുപോലെ നമ്മളിങ്ങനെ അടിയിൽ നിന്ന് കുത്തിയെടുത്തു, നമ്മളതിൻ്റെ തൊട്ടടുത്ത് വീണ്ടും കുത്തിയെടുത്ത് മേളിലോട്ട് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ ഇവിടെ ആട്ടോ ചെയ്യുന്നത്. ഇതുകൊണ്ട് ഇതുപോലെ കുത്തിയെടുത്ത് മേളിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടം കേട്ടോ. ആ ലെങ്ത്തിനനുസരിച്ച് നീഡിൽ കുത്തിയെടുക്കാം കേട്ടോ മേളിലോട്ട്. ഇതുപോലെ കുത്തിയെടുത്തിട്ട് വീണ്ടും ആ ത്രെഡ് നീഡിലിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഇതാണ്ടേ ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കണ്ടോ, ഇങ്ങനെ ത്രെഡ് ഒന്ന് വലിച്ചെടുക്കട്ടെ. ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതാണ്ടേ നമുക്ക് അടുത്ത സ്റ്റിച്ചും കിട്ടി. കണ്ടോ, ഇതും നമ്മൾ ലോക്കിട്ട് കൊടുക്കണം. ഓരോ തവണ ചെയ്യുമ്പോഴും ലോക്കിട്ട് കൊടുക്കണം നമ്മൾ, കാരണം സ്റ്റിച്ച് അഴിഞ്ഞു പോകരുത്. അതുകൊണ്ട് ഇങ്ങനെ ഇത് തൊട്ട് പിന്നിലായിട്ട് അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഓരോ ലോക്കിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ടൈറ്റായിട്ട് നിന്നോളും. പിന്നെ ഈ നമ്മൾ ചെയ്തെടുക്കുന്ന ഈ ഫ്ലവറിന് എത്ര പെറ്റൽസ് വേണമെന്നനുസരിച്ച് നമുക്ക് ഈ വരച്ചിരിക്കുന്ന വരകളുടെ എണ്ണമൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചെടുത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ പഠിച്ചതിനെക്കാട്ടിലും കൂടുതൽ ബെറ്ററായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനോഹരമായിരിക്കും എന്ന് നമുക്കൊരു തോന്നൽ വരത്തില്ലേ. ഇത് കണ്ടോ, ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. നല്ല രസമില്ലേ കാണാൻ? കണ്ടോ, ഇതുപോലെ ഇരിക്കും. വേറൊരു മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ചെയ്ത് കാണിച്ചു തരാവേ. അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിത് എൻ്റെ ഈ റെഡിൻ്റെ കോൺട്രാസ്റ്റ് കളറായിട്ടോ എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് വീഡിയോയ്ക്കകത്ത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമ്മൾ ഇതുപോലെ ആദ്യം നമ്മൾ മേളിൽ ഓരോ ലോക്കിട്ട് കൊടുക്കണം. നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ഇത് കണ്ടോ, മേളിൽ ഇതിങ്ങനെ കുത്തിയെടുത്തിട്ട് നമ്മുടെ ആ നീഡിൽ ഒന്ന് ജസ്റ്റ് പാസ് ചെയ്ത് പോകാനുള്ള ചെറിയൊരു ഗ്യാപ്പിൽ ചെറിയൊരു സ്റ്റിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഇത് കേട്ടോ, ഇതുപോലെ കണ്ടിന്യൂസ് നമുക്ക് എത്ര പെറ്റൽസ് വേണോ ആ പെറ്റൽസിൻ്റെ ആ ലെങ്ത്ത് കണക്കാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഓരോ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഒരെണ്ണം കൂടെ ചെയ്ത് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതുപോലെ ആ നീഡിൽ കടന്ന് പാസ് ചെയ്ത് പോകാനുള്ള ആ ഒരൊറ്റ ഗ്യാപ്പ് മതി. ഒത്തിരി വലിയ സ്റ്റിച്ച് ഇട്ട് കഴിയുമ്പോൾ നമ്മളത് ചെയ്തെടുക്കുമ്പോൾ അത് ലൂസായിട്ടിരിക്കുമ്പോൾ വൃത്തികേടാണ് കേട്ടോ. അതുകൊണ്ട് ഇതാണ്ട് ഇതുപോലെ നമ്മൾ പിന്നെ ഇതുപോലെ ത്രെഡ് ഇങ്ങനെ അടിയിൽ നിന്ന് നമ്മൾ കുത്തിയെടുത്തിട്ട് പിന്നെ നമ്മൾ മറ്റേ ചെയിൻ സ്റ്റിച്ച് ചെയ്തപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുണ്ടോ, ഈ ത്രെഡിൻ്റെ ഇടയ്ക്കൂടെ ഇതുണ്ടോ ഇതുപോലെ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. സൂചി ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഇത് കണ്ടോ, ഈ ത്രെഡ് ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ നമുക്ക് അത് കിട്ടും. പിന്നെ ഇത് നമ്മൾ ആ കുത്തിയെടുത്തതിൻ്റെ അടുത്തോട്ട് ആ സൂചി ഒന്ന് താഴോട്ട് കുത്തി ഇറക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റിച്ച് കിട്ടും. ഇത് കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് മറ്റേതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമുള്ള രീതി ഇതായിരിക്കും. എനിക്ക് എളുപ്പം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പല വീഡിയോകളും നോക്കി നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ തോന്നും ഇവരൊക്കെ ചെയ്തതിനെക്കാട്ടിലും ബെറ്ററായിട്ട് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തന്നെ ഒരു തോന്നൽ വരത്തില്ലേ. ഇത് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ അത് നമ്മൾ പഠിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെയും കൂടെ ആ ഒരു കഴിവും കൂടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ഒരു രീതിക്ക് ഇരിക്കും കേട്ടോ. ഇത് കംപ്ലീറ്റ് ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് നോക്കാവേ. കണ്ടോ, ഇത് നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചും ഇത് നമ്മളിപ്പോൾ ചെയ്ത സ്റ്റിച്ചും. ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ സെൻട്രലായിട്ട് ഓരോ ഗ്യാപ്പ് കാണുന്നില്ലേ, ആ ഗ്യാപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഓരോ സ്റ്റോണൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ട് കുറച്ചുകൂടെ മനോഹരമാക്കി എടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്ന് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കൂടുതൽ മനോഹരമാക്കാൻ നമുക്കറിയാമല്ലോ.